ഹലോ, നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് എത്ര നല്ലതാണെങ്കിലും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എത്ര നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതാണെങ്കിലും അത് പരാജയപ്പെടും. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള വരുമാനത്തെ അത് നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്ന അധികം ആളുകൾക്കും അറിയാൻ പാടില്ലാത്തൊരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, സിംപ്ലിസിറ്റി. കാര്യങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ ഇവർക്കറിയില്ല. ഇനി അറിയാം എങ്കിൽ കൂടിയും അവർ പരസ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ, മാർക്കറ്റിങ്ങിൻ്റെ കാര്യം വരാൻ നേരത്ത് അവർ ഒരുപാട് സാഹിത്യം കലർത്തിയിട്ടുള്ള കാര്യങ്ങൾ പരസ്യത്തിൽ ആഡ് ചെയ്യാനായിട്ട് നോക്കും. അത് എഴുതിയിട്ടുള്ള പരസ്യമാണെങ്കിലും ടെക്സ്റ്റ് ബേസ്ഡ് ആണെങ്കിലും വീഡിയോ ബേസ്ഡ് ആണെങ്കിലും പ്രത്യേകമായിട്ട് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഇവരെന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പരസ്യങ്ങൾ അവർ കൊടുക്കും. പരസ്യങ്ങൾ എപ്പോഴും സിമ്പിളായിരിക്കണം. ഇതാണ് രഹസ്യം. വളരെ സിമ്പിളാക്കാൻ നോക്കുക നിങ്ങളുടെ പരസ്യം. സിംപ്ലിസിറ്റിയാണ് സീക്രട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പരസ്യം കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്എ മത്സരത്തിൽ 1-ാം സ്ഥാനം കിട്ടാനോ പ്രസംഗ മത്സരത്തിൽ 1-ാം സ്ഥാനം കിട്ടാനോ അല്ല. മറിച്ച് നമ്മളുടെ കസ്റ്റമേഴ്സിന് അത് മനസ്സിലാകണം. അത് മനസ്സിലാക്കി അതിൻ്റെ മേലുള്ള ആക്ഷൻ എടുക്കണം. അത് ചിലപ്പോൾ കാശ് നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങലായിരിക്കുക, നിങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യലായിരിക്കുക, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യലായിരിക്കുക, എന്തും ആയിക്കോട്ടെ. ഇത് ആളുകൾക്ക് മനസ്സിലാകണം. മനസ്സിലാകുക, ആ സിംപ്ലിസിറ്റീനെയാണ് നിങ്ങൾ ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ടത്. അതിന് പകരം നമ്മുടെ നാട്ടിൽ പലരും പരസ്യം കൊടുക്കാൻ നേരത്ത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സും സെൻറ്റൻസുകളും എല്ലാം ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കാൻ നേരത്ത് മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇതൊരു പരസ്യമാണെന്ന് മനസ്സിലാവും. അങ്ങനെ പരസ്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇന്നത്തെ ഈ മോഡേൺ ഡിജിറ്റൽ ഏജിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഈ സമയത്ത് സാധാരണ നിങ്ങളെന്താ ചെയ്യുക? കസ്റ്റമറുടെ കേസ് വിട്, നിങ്ങളെന്താ ചെയ്യുക? ഒരു സ്ക്രോളാ, ഒരു തട്ടലാ, അടുത്ത സെക്ഷനിലേക്ക് നിങ്ങൾ പോകും. അല്ലെങ്കിൽ അടുത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യും. യൂട്യൂബ് പറ്റില്ലെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാം, അത് പറ്റില്ലെങ്കിൽ നേരെ ഫേസ്ബുക്ക്, അത് പറ്റില്ലെങ്കിൽ നേരെ വാട്സപ്പ്. ഇഷ്ടം പോലെ ഓപ്ഷനുകളാണ്. പണ്ട് കാലത്ത് നമുക്കൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ടി വിയുടെ എല്ലാം മുമ്പിൽ കുത്തിയിരുന്ന് ആ പരസ്യങ്ങൾ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. ഈവൻ അതുപോലും ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആളുകൾ കാണില്ല. അപ്പോൾ സിമ്പിളാക്കാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ നാട്ടിലെ ചെറുകിട ബിസിനസ് ഓണേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാനത് കണ്ടേക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ മേക്കപ്പ് ഇടിയിച്ച് ഒരു ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി, ഇതാ വമ്പിച്ച അവസരം നിങ്ങൾക്കും നേടാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുകയാണ് അത് പരസ്യമാണെന്നുള്ളത്. പിന്നെ അതിൽ പറയുന്ന അധികം കാര്യങ്ങളും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ബ്രെയിൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. ഒരു ബെഞ്ച് മാർക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു 5-ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പരസ്യങ്ങളെല്ലാം തന്നെ. വളരെ ഷോർട്ടായിട്ടുള്ള വേർഡ്സ്, കോമൺ ആയിട്ടുള്ള വേർഡ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിക്ഷണറിയുടെ ഏതോ മൂലയിൽ കിടക്കുന്ന ആർക്കും മനസ്സിലാകാത്ത സംഗതിയെ പറ്റിയല്ല പറയുന്നത്. അത് വല്ല കാലത്ത് എവിടെയെങ്കിലും കുറച്ച് സാഹിത്യകാരന്മാർ മാത്രം ഉപയോഗിക്കുന്ന വേർഡ്സ് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതല്ല, കോമൺ ആയിട്ടുള്ള ഷോർട്ട് വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യണം. ചെറിയ വേർഡ്സ്, ചെറിയ സെൻറ്റൻസുകൾ നിങ്ങൾ ഉപയോഗിക്കണം. ഒരു 5-ാം ക്ലാസ്സിലെ കുട്ടി അത് വായിച്ചാൽ പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പരസ്യങ്ങളെല്ലാം തന്നെ. ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരസ്യം കൊടുക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ തോന്നണം ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ഫീല് വന്നെങ്കിൽ ആദ്യം അവനത് മനസ്സിലാകണം എന്താണ് ഈ പറയണതെന്നുള്ളത്. ഇതാണ് 5-ാം ക്ലാസ്സിലെ റൂൾ. ഇനി ഞാൻ ഈ 5-ാം ക്ലാസ്സിലെ റൂൾ പറയണത് വേറെ ഒന്നും ഉണ്ടല്ലോ. 5-ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും ഇത് മനസ്സിലാവണം. നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഒരു പക്ഷേ നല്ല നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഡോക്ടേഴ്സിന് മാത്രം വിൽക്കുന്നവരാണ്. ഡോക്ടേഴ്സിന് എന്തായാലും 5-ാം ക്ലാസ്സിന് മേലുള്ള വിദ്യാഭ്യാസം ഉണ്ട്. അവർക്ക് കുറേയൊക്കെ എന്തായാലും മനസ്സിലാവും. അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് നിങ്ങളുടെ. അങ്ങനെയാണെങ്കിൽ കൂടിയും നിങ്ങൾ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഇത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ അവർക്ക് പോലും സിമ്പിളായിട്ടുള്ളതാണ് സിമ്പിൾ. മനസ്സിലായല്ലോ? എല്ലാവർക്കും സിമ്പിളായിട്ടുള്ളത് തന്നെയാണ് സിമ്പിൾ. അതായത് അവരുടെ മെൻ്റൽ എനർജി ഒരുപാട് എടുക്കേണ്ട കാര്യമല്ല. ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മളുടെ മാർക്കറ്റിങ്ങോ പരസ്യമോ ആളുകൾ ഇരുന്ന് പഠിക്കാൻ പോണില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കാൻ പോണില്ല. അവർ ജസ്റ്റ് ഒരു നോട്ടം നോക്കും. ആ ഒറ്റ ഗ്ലാൻസിൽ തന്നെ, ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവർക്ക് ഇത് എന്താ കഥ എന്ന് മനസ്സിലാവണം. അവരുടെ അറ്റൻഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കണം. ഈവൻ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്താ പറയുക, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലാണ് നിങ്ങൾ പ്രൊഡക്റ്റും സർവീസും വിൽക്കുന്നതെങ്കിൽ കൂടിയും സിമ്പിളായി കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിളാണ്. ഇതാണ് റൂള്. സിംപ്ലിസിറ്റി എപ്പോഴും നമ്മൾ
കീപ്പ് ചെയ്യാം. ഈ അധിക സമയം ഈ പ്രശ്നം വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? സ്കൂൾ സിസ്റ്റത്തിൽ നിന്നാണ്. അതായത് നമുക്ക് ബിസിനസ് സിസ്റ്റവും സ്കൂൾ സിസ്റ്റവും തമ്മിൽ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വ്യത്യാസങ്ങളാണുള്ളത്. സിമിലാരിറ്റിയിൽ ഉപരി വ്യത്യാസങ്ങളാണുള്ളത്. സ്കൂൾ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എസ്സേ എഴുതാൻ നേരത്ത് അതിൽ നല്ല വേർഡ്സ് ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാകാത്ത വേർഡാണ്, കോമൺ അല്ലാത്ത വേർഡാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ പേന എടുത്തോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങൾ ഒരു പ്രത്യേക വിഷയത്തിന് കുറച്ച് ഫോർമലായിട്ട് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചോ അപ്പോഴൊക്കെ നിങ്ങൾ കോമൺ അല്ലാത്ത വേർഡ്സ് ഉപയോഗിക്കും. അപ്പോൾ അധികം പേർക്കും അത് മനസ്സിലാവില്ല. രണ്ടാമത്തെ, ഇത് സ്കൂൾ സിസ്റ്റമാണ്. സ്കൂൾ സിസ്റ്റത്തിൽ അങ്ങനെയാണ്, അത് അവരങ്ങനെ ഫോളോ ചെയ്തോട്ടെ. പക്ഷേ ബിസിനസ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല. നമ്മളുടെ കസ്റ്റമേഴ്സിന് ഒരു നിശ്ചിത ശതമാനത്തിൽ നിന്ന് മനസ്സിലായില്ലെങ്കിൽ അവരിൽ നിന്നുള്ള കൺവേർഷൻ നമുക്ക് കുറയുന്നല്ലേ അർത്ഥം. അത് വായിക്കുന്നത് എല്ലാവരും അത് വായിച്ചോളണമെന്നില്ല. വായിക്കുന്നത് തന്നെ ഒരു 30%, 40% ആളുകൾക്ക് മാത്രമാണ് മനസ്സിലാവുള്ളൂ. ഒരു 60% വായിച്ചവർക്ക് പോലും മനസ്സിലായില്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കാൻ പോണില്ല. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഒരിക്കലും പേയ്മെൻറ്റ് തരില്ല. അവരവിടെ ചവിട്ടി നിർത്തും, ഹോൾഡ് ചെയ്യും, പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്യും. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ അവർ വാങ്ങില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി സ്കൂൾ സിസ്റ്റത്തിൻ്റെ വേറൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സ്കൂൾ സിസ്റ്റത്തിൽ ടീമായിട്ടിരുന്ന് കണക്കിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റില്ല. അത് നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. ടീമായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുക, പക്ഷെ എന്നാൽ കൂടിയും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്നും തന്നെ നമുക്ക് ടീമായിട്ട് ഒറ്റയ്ക്ക് തന്നെ പരീക്ഷ എഴുതുക, ഒറ്റയ്ക്ക് തന്നെ ജയിക്കുക, ഒറ്റയ്ക്ക് തന്നെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ നിങ്ങളത് ചെയ്യണം. ആ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താലാണ് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ ബിസിനസ് സിസ്റ്റത്തിൽ നേരെ വിപരീത ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ പോകണം. അങ്ങനെ പോയാലേ നിങ്ങൾക്ക് വലിയ റിസൾട്ട് കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രത്യേക സംഗതി അറിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യും. ഒരു ടീമിനെ നമുക്ക് വെക്കാം. 1-2 പേര് ഉൾപ്പെടുന്ന ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ടീമായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ബിസിനസ് സിസ്റ്റത്തിലെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കൂൾ സിസ്റ്റത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് അധിക സമയം ഈ പരസ്യമൊക്കെ കൊടുക്കാൻ നേരത്ത് എപ്പോൾ ക്യാമറ ഓൺ ചെയ്താലും കോമൺ അല്ലാത്ത വാക്കുകൾ യൂസ് ചെയ്ത് ഒരുപാട് സാഹിത്യം കലർത്തി പറയും. കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ല. ഞാൻ ഈ പറയുന്നത് ബിസിനസ് ചെയ്യുന്നവരെ പറ്റിയിട്ടാണ് കേട്ടോ, എല്ലാവരും പറ്റിയിട്ടല്ല. ബിസിനസ് ചെയ്യണവർക്ക് മാത്രമുള്ള വീഡിയോസാണ് എൻ്റെ ഈ ചാനലിൽ അധികം. ഇനി അതേപോലെ തന്നെ ടീമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ബിസിനസ് എന്ന് പറഞ്ഞൊരു ടീം സ്പോർട്സാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഇതിൽ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സ്കൂൾ സിസ്റ്റത്തിൽ ഒറ്റയ്ക്ക് ചെയ്തോട്ടെ, ബിസിനസ് സിസ്റ്റത്തിൽ നമുക്ക് ടീമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളൊരു സ്മോൾ ബിസിനസ് ഓണറാണ്, ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. Thank you for watching.